മാളവിക ദൂരത്തു നിന്ന് സ്വയം പറഞ്ഞു. ഇനി ഇവർ രണ്ടുപേരും പറയാൻ മാത്രം ബാക്കിയുണ്ട്. പക്ഷേ പ്രണയം ഇനിയും വാക്കുകളായി മാറിയിരുന്നില്ല. അത് ചെറിയ കരുതലുകളായി, നോട്ടങ്ങളായി, ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ മനസ്സിലേക്ക് എത്തുന്ന നിമിഷങ്ങളായി പതിയെ വളരുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ശ്യാമും അനന്യയും ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ കോളേജിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ശ്യാം ഒരിക്കലും ആരോടും സ്വന്തം വീട്ടിനെക്കുറിച്ച് സംസാരിക്കില്ല. അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഗ്രാമത്തെക്കുറിച്ചോ ആരെങ്കിലും ചോദിച്ചാൽ ഒരു പുഞ്ചിരിയിൽ വിഷയം മാറ്റും. ഒരു ദിവസം ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അനന്യയുടെ ഫോൺ ശബ്ദിച്ചു. മാളവികയായിരുന്നു. അനു, വേഗം കോളേജ് ഗേറ്റിലേക്ക് വാ. എന്താ? വന്നിട്ട് പറയാം. അനന്യ ഓടിച്ചെന്ന് ഗേറ്റിലെത്തി. അവിടെ ശ്യാം നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുന്നിൽ 50 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാൾ കോപത്തോടെ സംസാരിക്കുകയായിരുന്നു. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ശ്യാം മിണ്ടിയില്ല. വീട്ടിലേക്ക് വരാൻ നിനക്ക് സമയമില്ലേ? അച്ഛാ. ആ ഒരു വാക്ക് കേട്ടപ്പോൾ അനന്യ ഒന്ന് ഞെട്ടി. അച്ഛൻ. അവൾ ഇതുവരെ ശ്യാമിൻ്റെ അച്ഛനെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല. ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, നിന്റെ അമ്മ ദിവസവും നിന്നെ കാത്തിരിക്കും. ഒരു ഫോൺ വിളിക്കാൻ പോലും നിനക്ക് പറ്റില്ലേ? ശ്യാം ശാന്തമായി നിന്നു. ജോലി ഉണ്ടായിരുന്നു. ജോലിയോ? അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു. സ്വന്തം വീട്ടുകാരെ മറക്കാൻ മാത്രം എന്ത് ജോലിയാണ് നിനക്കുള്ളത്? അനന്യയ്ക്ക് ആ രംഗം കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായി. അവൾ ആദ്യമായിട്ടാണ് ശ്യാമിൻ്റെ മുഖത്ത് ഇത്രയും നിസ്സഹായത കാണുന്നത്. കുറച്ചു കഴിഞ്ഞ് ആ മനുഷ്യൻ നടന്നുപോയി. ശ്യാം അവിടെ തന്നെ നിന്നു. മാളവിക പതുക്കെ പറഞ്ഞു, പോകാമോ? അനന്യ തല കുലുക്കിയില്ല. അവൾ പതുക്കെ ശ്യാമിൻ്റെ അടുത്തേക്ക് നടന്നു. ശ്യാം. അവൻ തിരിഞ്ഞു നോക്കി. മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും കണ്ണുകൾ അവനെ ചതിച്ചു. ഒന്നുമില്ല, അവൻ പറഞ്ഞു. വീട്ടിലെ ചെറിയ പ്രശ്നമാണ്. അനന്യ ശാന്തമായി ചോദിച്ചു. എന്നോട് പറയാൻ പറ്റാത്തതാണോ? ശ്യാം കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ കോളേജിലെ ആൽമരത്തിലേക്ക് നോക്കി. അനന്യ, എല്ലാവരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചില അധ്യായങ്ങളുണ്ടാകും. എൻ്റെ ജീവിതത്തിലും അങ്ങനെയൊരു അധ്യായമുണ്ട്. അനന്യ അവനെ നിർബന്ധിച്ചില്ല. അവൾ ഒരു വാക്ക് മാത്രം പറഞ്ഞു, ശരി. പക്ഷേ ശ്യാം അവളെ നോക്കി. നിനക്കൊരിക്കൽ പറയണമെന്ന് തോന്നുന്ന ദിവസം വന്നാൽ ആദ്യം കേൾക്കാൻ ഞാനുണ്ടാകും. ശ്യാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാകാം ഒരാൾ അവനോട് സത്യം പറയാൻ നിർബന്ധിക്കാതെ സമയമെടുത്ത് പറയാൻ അനുവദിച്ചത്. ആ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അനന്യയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, ഈ പുഞ്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ വേദന ഒരു നാളെങ്കിലും മാറണമേ. കോളേജിലെ യുവജനോത്സവത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ക്യാമ്പസ് മുഴുവൻ ആഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു. പാട്ടിൻ്റെ പരിശീലനം, നാടകത്തിൻ്റെ റിഹേഴ്സൽ, ഡാൻസ് പ്രാക്ടീസ്, എല്ലായിടത്തും ചിരിയും ബഹളവും. അനന്യയും മാളവികയും പ്രസംഗ മത്സരത്തിനായി പേരുകൊടുത്തു. ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളെടുത്ത് അവർ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അകത്തുനിന്ന് ചില ആൺകുട്ടികളുടെ ശബ്ദം കേട്ടത്. ശ്യാം, നീയും അനന്യയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അനന്യ അറിയാതെ അവിടെ നിന്നു. ശ്യാമിൻ്റെ ശബ്ദം കേട്ടു. ഇല്ല. അല്ലടാ, എല്ലാവർക്കും അറിയാം. മറ്റൊരാൾ ചിരിച്ചു. അവൾ നിന്റെ പിന്നാലെയാണെന്ന് മുഴുവൻ കോളേജും പറയുന്നുണ്ട്. കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ ശ്യാം പറഞ്ഞു, അനന്യ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, അത്രയേ ഉള്ളൂ. ആ വാക്കുകൾ അനന്യ കേട്ടു. അവൾ അവിടെ നിന്ന് പതുക്കെ നടന്നു. മാളവിക അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ? ഒന്നുമില്ല. അവളുടെ ശബ്ദം ശാന്തമായിരുന്നു. പക്ഷേ മനസ്സ് അങ്ങനെയായിരുന്നില്ല. വൈകുന്നേരം ലൈബ്രറിയിൽ ശ്യാം അനന്യയെ കണ്ടു. അനന്യ. അവൾ പുസ്തകം അടച്ചു. എന്താ? ഇന്ന് എന്തോ വിഷമമുണ്ടല്ലോ. ഇല്ല, നിന്റെ മുഖം പറയുന്നത് വേറെയാണ്. അനന്യ ഒരു നിമിഷം അവനെ നോക്കി. ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയുമോ? തീർച്ചയായും. ഞാൻ. അവൾ ഒന്ന് നിർത്തി. നിങ്ങൾക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമാണോ? ശ്യാം ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ശേഷം മൃദുവായി പറഞ്ഞു, ഇപ്പോൾ അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. അനന്യയുടെ കണ്ണുകളിൽ ചെറിയൊരു നിരാശ മിന്നി. മനസ്സിലായി. അവൾ പതുക്കെ എഴുന്നേറ്റു. അനന്യ. ശ്യാം വിളിച്ചു. അവൾ തിരിഞ്ഞില്ല. പതുക്കെ നടന്ന് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ശ്യാം അവിടെ തന്നെ നിന്നു. അവൻ കള്ളം പറഞ്ഞില്ല, പക്ഷേ സത്യം മുഴുവൻ പറഞ്ഞതുമില്ല. ആ വൈകുന്നേരം ആദ്യമായി രണ്ടുപേരുടെയും ഇടയിൽ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിച്ചത് മൗനമായിരുന്നു. അടുത്ത ദിവസം രാവിലെ മുതൽ മഴ നിർത്താതെ പെയ്യുകയായിരുന്നു. കോളേജ് ക്യാമ്പസ് മുഴുവൻ മഴയുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞു. പക്ഷേ ശ്യാമും അനന്യയും തമ്മിലുള്ള നിശബ്ദത അതിലും ശക്തമായിരുന്നു. ക്ലാസ്സിൽ പലതവണ അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. പക്ഷേ ആരും ചിരിച്ചില്ല, ആരും സംസാരിച്ചില്ല.
വൈകുന്നേരം ബെൽ മുഴങ്ങിയതും എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. അനന്യ ഒറ്റയ്ക്ക് വരാന്തയിലൂടെ നടന്നു. പുറത്ത് മഴ ശക്തമായി പെയ്യുകയായിരുന്നു. പിന്നിൽ നിന്ന് ശ്യാമിന്റെ ശബ്ദം, അനന്യ. അവൾ നിന്നു, പക്ഷെ തിരിഞ്ഞില്ല. ഒരു 5 മിനിറ്റ് സംസാരിക്കണം. പറയാനുള്ളത് ഇന്നലെ തന്നെ പറയാമായിരുന്നു. അവളുടെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. ശ്യാം കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ അവളുടെ മുന്നിലേക്ക് നടന്നു. ഇന്നലെ നീ കേട്ടത് സത്യമാണ്. അനന്യ ഒന്നും പറഞ്ഞില്ല. നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ആ വാക്ക് വീണ്ടും കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷേ ശ്യാം വിളിച്ചു. ആ ഒരു വാക്കിൽ അനന്യ നിന്നു. സൗഹൃദത്തിനപ്പുറം എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. അതിനെനിക്കിന്ന് മറുപടി പറയാൻ പേടിയാണ്. അനന്യ പതുക്കെ തിരിഞ്ഞു. പേടിയോ? അതെ. എന്തിന്? ശ്യാം മഴയിലേക്ക് നോക്കി. കാരണം ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ പ്രണയത്തിന് ഒരു സ്ഥാനവും കൊടുക്കില്ലെന്ന്. ആ വാക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണ്. അനന്യ അവനെ തന്നെ നോക്കി നിന്നു. ശ്യാം തുടർന്നു. നിന്നെ അകറ്റാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നിന്നെ സ്വപ്നം കാണിച്ചിട്ട് പാതി വഴിയിൽ വിഷമിപ്പിക്കാനും എനിക്ക് കഴിയില്ല. മഴത്തുള്ളികൾ അവരുടെ ഇടയിലൂടെ വീണുകൊണ്ടിരുന്നു. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. അതാണോ സത്യം? അതെ. എന്നെ ഒഴിവാക്കുന്നതല്ലല്ലോ? ഒരിക്കലുമല്ല. അനന്യ പതുക്കെ അടുത്തേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ വാക്കുപാലിക്കൂ. ശ്യാം അത്ഭുതത്തോടെ അവളെ നോക്കി. ഞാൻ കാത്തിരിക്കാം. ആ വാക്ക് കേട്ട നിമിഷം ശ്യാമിന്റെ കണ്ണുകളിൽ ആദ്യമായി കണ്ണുനീർ തിളങ്ങി. അവൻ കരഞ്ഞില്ല, അവളും കരഞ്ഞില്ല. പക്ഷെ ആ മഴയിൽ 2 ഹൃദയങ്ങളും ആദ്യമായി പരസ്പരം മനസ്സിലാക്കി. അവർ പ്രണയം പറഞ്ഞില്ല, എന്നാൽ പ്രണയം അവർക്കിടയിൽ നിശബ്ദമായി ജനിച്ചു. ശ്യാമിന്റെ കണ്ണുകളിലും ആദ്യമായി കണ്ണുനീർ തിളങ്ങി. ആ ദിവസത്തിനു ശേഷം അവർക്കിടയിൽ ഒന്നും മാറിയില്ല. പക്ഷേ എല്ലാം മാറി. അവർ പഴയതുപോലെ തന്നെ സംസാരിച്ചു. ഒരുമിച്ച് ലൈബ്രറിയിൽ പോയി, ക്യാൻറ്റീനിൽ ചായ കുടിച്ചു, ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര പറഞ്ഞു. പക്ഷേ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഇനി ഒരാളുടെയും കണ്ണുകളിലേക്ക് അധിക നേരം നോക്കാൻ 2 പേർക്കും കഴിയുന്നില്ല. കാരണം അവർ 2 പേരും മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന വികാരം ഇപ്പോൾ 2 പേർക്കും അറിയാമായിരുന്നു. യുവജനോത്സവത്തിൻ്റെ ദിവസം. കോളേജ് നിറയെ ആഘോഷം, പൂക്കളം, വർണ്ണക്കൊടികൾ, പാട്ടിൻ്റെ ശബ്ദം. എല്ലാവരും ഓട്ടപ്പാച്ചിലിൽ. അനന്യ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനായി തയ്യാറെടുക്കുകയായിരുന്നു. അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ശ്യാം അവിടേക്ക് വന്നത്. അവൻ്റെ കയ്യിൽ ഒരു പേന. അനന്യ, ഇത് വെച്ചോളൂ. അവൾ പേന വാങ്ങി. ഇത് എൻ്റെ ഭാഗ്യ പേന. ഓരോ പരീക്ഷയും ഞാൻ ഇതുകൊണ്ടാണ് എഴുതിയത്. ഇത് ഞാൻ എങ്ങനെ വാങ്ങും? ഇന്ന് നിനക്കാണ് അതിൻ്റെ ആവശ്യം. അവൾ പേന കയ്യിൽ മുറുകെ പിടിച്ചു. നന്ദി. ശ്യാം പുഞ്ചിരിച്ചു. ജയിച്ചിട്ട് തിരികെ തന്നാൽ മതി. പ്രസംഗ മത്സരം തുടങ്ങി. അനന്യയുടെ പേര് വിളിച്ചു. അവൾ പതുക്കെ സ്റ്റേജിലേക്ക് നടന്നു. ആദ്യ നിരയിൽ മാളവിക, കുറച്ച് പിന്നിലായി ശ്യാം. അവൾ സംസാരിക്കാൻ തുടങ്ങി. ആദ്യത്തെ ചെറിയ പരിഭ്രമം മാറിയപ്പോൾ വാക്കുകൾ ഒഴുകാൻ തുടങ്ങി. മുഴുവൻ ഓഡിറ്റോറിയം നിശബ്ദമായി. അവൾ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ആദ്യം കൈയടിച്ചത് ശ്യാമായിരുന്നു. പിന്നെ മുഴുവൻ ഹാളും കൈയടിച്ചു. വൈകുന്നേരം ഫലം പ്രഖ്യാപിച്ചു. 1ാം സമ്മാനം അനന്യ. ഓഡിറ്റോറിയം മുഴുവൻ കയ്യടിയോടെ മുഴങ്ങി. മാളവിക ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അനന്യയുടെ കണ്ണുകൾ പക്ഷേ ആ തിരക്കിനിടയിൽ ഒരാളെ മാത്രം തിരഞ്ഞു. ശ്യാം. അവൻ ദൂരെ ഇരുന്ന് കൈയടിക്കുകയായിരുന്നു. 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ശ്യാം വിരലുയർത്തി നന്നായി എന്ന് ആംഗ്യം കാണിച്ചു. അനന്യ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ അഭിമാനമുണ്ടായിരുന്നു. കാരണം അവളുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് എല്ലാവരും മടങ്ങാൻ തുടങ്ങി. അനന്യ ശ്യാമിൻ്റെ അടുത്തെത്തി. അവൻ്റെ പേന തിരികെ നൽകി. വാക്കു പാലിച്ചു. ശ്യാം പേന വാങ്ങിയില്ല. ഇല്ല, ഇത് ഇനി നിന്റെ പേനയാണ്. പക്ഷേ വിജയം നേടിയ ആളിൻ്റെ കയ്യിലാണ് അതിരിക്കേണ്ടത്. അനന്യ ആ പേന നെഞ്ചോട് ചേർത്ത് വെച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. കാരണം ചില സമ്മാനങ്ങൾ തിരികെ കൊടുക്കാനല്ല, ജീവിതം മുഴുവൻ സൂക്ഷിക്കാനാണ്. ആ സായാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവരുടെ പ്രണയം ഒരു പുതിയ പ്രഭാതത്തേക്കാൾ നിശബ്ദമായി വളരുകയായിരുന്നു. യുവജനോത്സവം കഴിഞ്ഞ് ഒരാഴ്ച. കോളേജ് വീണ്ടും പഴയ തിരക്കിലേക്ക് മടങ്ങി. അനന്യയും ശ്യാമും പഴയതുപോലെ തന്നെ സംസാരിച്ചു. എന്നാൽ ഇപ്പോൾ അവരുടെ സംഭാഷണങ്ങളിൽ ഒരു ചെറിയ കരുതൽ കൂടി ഉണ്ടായിരുന്നു. ഒരു ഉച്ചയ്ക്ക് അനന്യ ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ശ്യാമിൻ്റെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് അമ്മ. അവൻ ഉടനെ ഫോൺ എടുത്തു. പറയൂ അമ്മേ. അപ്പുറത്തു നിന്ന് എന്തോ പറഞ്ഞതും ശ്യാമിൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. എന്താ അമ്മേ? ഡോക്ടറെ കണ്ടോ? ഞാൻ ഇപ്പോൾ തന്നെ വരാം. അവൻ ഫോൺ വെച്ചു. മുഖം ആകെ മാറിയിരുന്നു. എന്തു പറ്റി?
അനന്യ ചോദിച്ചു. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ല, ഞാൻ വീട്ടിലേക്ക് പോകുവാണ്. അവന്റെ ശബ്ദത്തിൽ ആദ്യമായി ഒരു ഭയം കേട്ടു. അനന്യ ഒന്നും ആലോചിച്ചില്ല. ഞാനും വരാം. വേണ്ട. എന്തുകൊണ്ട്? നിനക്ക് ക്ലാസ് ഉണ്ട്, അത് പിന്നെയും ഉണ്ടാവും. പക്ഷേ അമ്മയ്ക്കിപ്പോൾ നിന്നെ വേണം. ശ്യാം അവളെ നോക്കി. ആ നിമിഷം അവന്റെ കണ്ണുകളിൽ നന്ദി മാത്രമായിരുന്നു. ബസ് യാത്ര മുഴുവൻ ശ്യാം മിണ്ടിയില്ല. അനന്യയും ഒന്നും ചോദിച്ചില്ല. ചില സമയങ്ങളിൽ മൗനമാണ് ഏറ്റവും വലിയ ആശ്വാസം. വൈകുന്നേരം അവർ ശ്യാമിന്റെ വീട്ടിലെത്തി. ചെറിയ ഒരു ഓടിട്ട വീട്, മുറ്റത്തൊരു മാവ്, തുളസിത്തറ, പൂച്ചെടികൾ. വീടിന്റെ വാതിൽക്കൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും ശ്യാം ഓടിച്ചെന്നു. അമ്മേ. അമ്മ പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ വെറുതെ പേടിക്കണ്ടെന്ന്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? പ്രഷർ ഒന്ന് കുറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോഴാണ് ശ്യാമിന്റെ അമ്മ അനന്യയെ കണ്ടത്. ഇതാരാ മോനെ? ശ്യാം പുഞ്ചിരിച്ചു. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് അനന്യ, എൻ്റെ നല്ല സുഹൃത്താണ്. അനന്യ മുന്നോട്ട് വന്ന് കൈകൂപ്പി. നമസ്കാരം അമ്മേ. അമ്മ അവളുടെ കൈ പിടിച്ചു. വാ മോളെ, അകത്തേക്ക് കയറി വാ. അവൾ വീടിനുള്ളിലേക്ക് കയറി. വീട് ചെറുതായിരുന്നു, പക്ഷേ ഓരോ മൂലയിലും ഒരു ആത്മീയതയുണ്ടായിരുന്നു. ചുമരിൽ പഴയ കുടുംബ ഫോട്ടോകൾ, ഒരു മൂലയിൽ പുസ്തകങ്ങൾ നിറച്ച അലമാര, മേശപ്പുറത്ത് ശ്യാം ചെറുപ്പത്തിലായിരുന്ന ഒരു ഫോട്ടോ. അത് കണ്ട അനന്യ അറിയാതെ ചിരിച്ചു. ഇതെന്താ ഇത്ര ചിരിക്കാൻ? ശ്യാം ചോദിച്ചു. ഒന്നുമില്ല. ചെറുപ്പത്തിൽ നിങ്ങൾ ഇത്രയും കുസൃതിക്കാരനായിരുന്നു? ഇവനോ? ഈ വീട്ടിലെ ഏറ്റവും വലിയ വികൃതി ഇവനായിരുന്നു. ശ്യാം തല താഴ്ത്തി. അമ്മേ മതി. അനന്യ ആദ്യമായി ശ്യാമിനെ ഇങ്ങനെ സ്വതന്ത്രമായി ചിരിക്കുന്നത് കാണുന്നത്. അവൾ മനസ്സിൽ പറഞ്ഞു, ഈ ചിരി ഒരിക്കലും മായരുതേ. ശ്യാമിന്റെ വീട്ടിൽ നിന്ന് പോകാൻ നേരമായി. മോളെ, ചായ കുടിച്ചിട്ട് പോയാൽ മതി, അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട അമ്മേ, വൈകും. അങ്ങനെ പറയരുത്. അനന്യ ചിരിച്ചുകൊണ്ട് കസേരയിലിരുന്നു. ശ്യാം അടുക്കളയിൽ പോയി ചായയുമായി വന്നു. ഇതാ, നിങ്ങളാണോ ഉണ്ടാക്കിയത്? അതെ, അമ്മ ഉടനെ പറഞ്ഞു. ഇവൻ ഉണ്ടാക്കുന്ന ചായക്ക് വേറെ രുചിയുണ്ട്. പക്ഷേ അടുക്കളയിൽ കയറുന്നത് വല്ലപ്പോഴുമേ ഉള്ളൂ. അനന്യ ശ്യാമിനെ നോക്കി ചിരിച്ചു. അപ്പോൾ ഇന്നെനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണല്ലോ? അങ്ങനെയൊന്നുമില്ല, ശ്യാം നാണത്തോടെ പറഞ്ഞു. ചായ കുടിക്കുന്നതിനിടയിൽ അമ്മ അനന്യയെ നോക്കി ചോദിച്ചു. മോളെ, പറയൂ അമ്മേ, നീ ശ്യാമിനെ എത്ര കാലമായി അറിയാം? 1 വർഷത്തോളമായി. ഇവൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? അനന്യ ഒന്ന് ആലോചിച്ചു. ഇല്ല. അമ്മ പുഞ്ചിരിച്ചു. ഞാനും വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അമ്മയുടെ മുഖം ഗൗരവമായി. ഇവൻ ഉള്ളിൽ ഒരുപാട് വിഷമം ഒളിപ്പിക്കുന്ന കുട്ടിയാണ്. ശ്യാം പെട്ടെന്ന് ഇടപെട്ടു. അമ്മേ മതി. ഇല്ല മോനെ. അമ്മ സ്നേഹത്തോടെ അവൻ്റെ തോളിൽ കൈവച്ചു. എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കാൻ നീ ജനിച്ചിട്ടില്ല. വീട്ടിൽ ഒരു നിമിഷം നിശബ്ദത നിറഞ്ഞു. അനന്യ ആദ്യമായിട്ടാണ് ശ്യാമിൻ്റെ കണ്ണിൽ ഒരു നിസ്സഹായത കാണുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സന്ധ്യയായിരുന്നു. ശ്യാം അനന്യയെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി. വഴിയിലൊന്നും രണ്ടുപേരും സംസാരിച്ചില്ല. ബസ് വരാൻ ഇനിയും സമയമുണ്ടായിരുന്നു. അപ്പോഴാണ് ശ്യാം പതുക്കെ ചോദിച്ചത്. ഇന്ന് അമ്മ പറഞ്ഞത് കേട്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും മാറ്റി ചിന്തിച്ചോ? അനന്യ അവനെ നോക്കി. ഉണ്ട്. ശ്യാമിൻ്റെ മുഖം മങ്ങി. എന്താണ്? അനന്യ മൃദുവായി പുഞ്ചിരിച്ചു. മുമ്പ് ഞാൻ നിങ്ങളെ ഒരു നല്ല മനുഷ്യനായി മാത്രമാണ് കണ്ടിരുന്നത്. ഇപ്പോൾ സ്വന്തം വിഷമങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ ചിരിക്കാൻ പഠിച്ച ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ശ്യാം കുറച്ചു നിമിഷം ഒന്നും മിണ്ടിയില്ല. പിന്നെ ആദ്യമായി മനസ്സ് തുറന്ന് ചിരിച്ചു. നീ ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചിരിക്കുന്നു. അനന്യ ചെറിയൊരു കുസൃതിയോടെ ചോദിച്ചു. ആരിൽ നിന്നാണെന്ന് അറിയാമോ? ആരിൽ നിന്ന്? നിങ്ങളിൽ നിന്ന്. അപ്പോഴേക്കും ബസ് എത്തി. കയറുന്നതിന് മുമ്പ് അനന്യ ഒന്നു തിരിഞ്ഞു നോക്കി. ശ്യാം അവിടെ തന്നെ നിന്നു. അവൻ്റെ മുഖത്ത് അന്നുണ്ടായിരുന്ന പുഞ്ചിരി അനന്യ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായിരുന്നു. അവൾ മനസ്സിൽ ആദ്യമായ ഒരു കാര്യം സമ്മതിച്ചു. ഞാൻ ശ്യാമിനെ സ്നേഹിക്കുന്നു. പക്ഷേ ആ സ്നേഹം പറയാനുള്ള സമയം ഇനിയും വന്നിട്ടില്ല. അന്ന് ദിവസം രാത്രി അനന്യയെ പഠിക്കാൻ പുസ്തകം തുറന്നിരുന്നെങ്കിലും ഒരു വരി പോലും മനസ്സിൽ കയറുന്നില്ല. ശ്യാമിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർമ്മയിൽ വന്നു. ഇവൻ ഉള്ളിൽ ഒരുപാട് വിഷമം ഒളിപ്പിക്കുന്ന കുട്ടിയാണ്. അവൾ ജനലരികിലേക്ക് നടന്നു. പുറത്ത് ചെറിയ മഴ. ഫോൺ എടുത്തു. ശ്യാമിൻ്റെ നമ്പർ തുറന്നു. വിളിക്കണോ വേണ്ടയോ? അവസാനം അവൾ ഒരു സന്ദേശം മാത്രം അയച്ചു. വീട്ടിലെത്തി അല്ലേ? 5 മിനിറ്റ് കഴിഞ്ഞു. മറുപടി വന്നു. എത്തി. അമ്മയ്ക്കിപ്പോൾ സുഖമാണ്. നന്ദി. അനന്യ വീണ്ടും ടൈപ്പ് ചെയ്തു. ഇന്ന് അമ്മ പറഞ്ഞത് കേട്ട് വിഷമമായോ? അല്പസമയം മറുപടി ഉണ്ടായില്ല. പിന്നെ ഒരു സന്ദേശം. കുറച്ച്. അതിനുശേഷം മറ്റൊന്ന്.
പക്ഷേ ചില സത്യങ്ങൾ ഒരു നാൾ എല്ലാവരും അറിയേണ്ടതല്ലേ? ആ വാക്കുകൾ വായിച്ചപ്പോൾ അനന്യയുടെ മനസ്സിൽ ഒരു സംശയം ജനിച്ചു. ഏതൊക്കെ സത്യങ്ങൾ? പിറ്റേ ദിവസം രാവിലെ കോളേജിലെത്തിയ ശ്യാമിനെ കണ്ടപ്പോൾ എന്തോ മാറ്റം തോന്നി. മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു, പക്ഷേ കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെ പാടുകൾ. ഇന്നലെ ഉറങ്ങിയില്ലേ? അനന്യ ചോദിച്ചു. ശ്യാം ചിരിച്ചു. കുറച്ച് ജോലിയുണ്ടായിരുന്നു. കള്ളം. അവൻ അത്ഭുതത്തോടെ നോക്കി. എന്താ? നിങ്ങൾ കള്ളം പറയുമ്പോൾ അവൾ ചിരിച്ചു. കണ്ണുകളാണ് ആദ്യം സത്യം പറയുന്നത്. അത് കേട്ട് ശ്യാം ചിരിക്കുകയായിരുന്നു. ഈ ഡയലോഗ് എവിടെയോ കേട്ടിട്ടുണ്ട്. അതെ, പറഞ്ഞത് നിങ്ങളല്ലേ? രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ആ ചിരി അവരുടെ മനസ്സിലെ ഭാരം കുറച്ചു നേരത്തെങ്കിലും മാറ്റി. വൈകുന്നേരം കോളേജ് ലൈബ്രറി അടയ്ക്കാൻ നേരം. ശ്യാം തൻ്റെ ബാഗ് എടുക്കുമ്പോൾ ഒരു പഴയ കവർ താഴെ വീണു. അവൻ അറിയാതെ മുന്നോട്ട് നടന്നു. അനന്യ അതെടുത്തു. കവറിൻ്റെ പുറത്ത് എഴുതിയിരുന്നത് ശ്യാമിന് അച്ഛൻ. അവൾ അത് തുറന്നില്ല. പക്ഷേ അത് കയ്യിൽ പിടിച്ച നിമിഷം തന്നെ മനസ്സിൽ തോന്നി, ആ കവറിനുള്ളിലാണ് ശ്യാം ഇത്രയും നാളായി ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിൻ്റെ കഥ. അവൾ പതുക്കെ കവർ ബാഗിൽ വെച്ചു. ഇത് അവൻ്റെ കയ്യിൽ തന്നെ തിരികെ കൊടുക്കണം എന്ന് മനസ്സിൽ പറഞ്ഞു. അവൾക്കറിയില്ലായിരുന്നു ആ കവർ തുറക്കുന്നത് ശ്യാമല്ല, വിധിയായിരുന്നു എന്ന്. പിറ്റേന്ന് രാവിലെ അനന്യ കോളേജിലെത്തിയത് പതിവിലും നേരത്തെയായിരുന്നു. അവളുടെ ബാഗിൽ ഇന്നലെ എടുത്ത ആ കവർ ഇപ്പോഴും ഉണ്ടായിരുന്നു. ശ്യാമിന് നേരിട്ട് കൊടുക്കണം, അവൾ മനസ്സിൽ പറഞ്ഞു. ലൈബ്രറിയുടെ മുന്നിൽ ശ്യാം നിന്നിരുന്നു. പക്ഷേ മുഖത്ത് പതിവിലെ ശാന്തതയുണ്ടായിരുന്നില്ല. അവൻ എന്തോ തിരയുകയായിരുന്നു. മേശയ്ക്കടിയിലും പുസ്തകങ്ങൾക്കിടയിലും ബാഗിനുള്ളിലും. ശ്യാം, അനന്യ വിളിച്ചു. അവൻ തിരിഞ്ഞു. എന്താ? എന്തെങ്കിലും നഷ്ടമായോ? അവൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഒരു കത്ത്. അനന്യയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ആരുടേത്? അച്ഛൻ എനിക്ക് എഴുതിയ അവസാന കത്ത്. അവൾ ഞെട്ടി. അവസാന കത്തോ? ശ്യാം ജനലിനപ്പുറത്തേക്ക് നോക്കി. അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായി സംസാരിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇറങ്ങിയ ദിവസം അച്ഛൻ എനിക്കൊരു കത്ത് തന്നിരുന്നു. അത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അനന്യയുടെ കൈ അറിയാതെ ബാഗിലേക്ക് നീങ്ങി. കവർ അവിടെ സുരക്ഷിതമായിരുന്നു. പക്ഷേ അവൾ ഉടനെ എടുത്തു കൊടുത്തില്ല. അവൾ ചോദിച്ചു, അതിലെന്താണ് എഴുതിയിരുന്നത്? ശ്യാം ചെറുതായി ചിരിച്ചു. ഇന്ന് വരെ മുഴുവൻ വായിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കാരണം അവൻ ദീർഘനിശ്വാസം വിട്ടു. അന്ന് എനിക്ക് അച്ഛനോട് വലിയ ദേഷ്യമായിരുന്നു. കവർ വാങ്ങി, പക്ഷെ തുറന്നു വായിക്കാൻ മനസ്സ് വന്നില്ല. അതിനുശേഷം ഓരോ തവണ തുറക്കണമെന്ന് വിചാരിക്കുമ്പോഴും എന്തോ തടയും. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും വർഷം അവൻ തുറക്കാത്ത ഒരു കത്ത്, അതിലെത്ര വികാരങ്ങൾ കൂടിക്കിടക്കുന്നുണ്ടെന്നോർത്ത് അവളുടെ മനസ്സ് വിങ്ങി. അവൾ ബാഗ് തുറന്ന് കവർ പുറത്തെടുത്തു. ഇതാണോ? ശ്യാം ഒരു നിമിഷം അനങ്ങാതെ നിന്നു. പിന്നെ വേഗം അവളുടെ അടുത്തെത്തി. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇന്നലെ ലൈബ്രറിയിൽ വീണിരുന്നു. തുറന്നോ? ഇല്ല. അനന്യ ഉടനെ തല ഉലക്കി. ഇത് നിങ്ങളുടേതാണ്. ശ്യാം കവർ കയ്യിൽ വാങ്ങി. അവൻ അതിനെ കുറച്ചുനേരം നോക്കി നിന്നു. പിന്നെ അനന്യയെ നോക്കി. നന്ദി. ഇത് നഷ്ടമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായേനെ. അനന്യ ശാന്തമായി പറഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യണം. എന്ത്? ഇന്ന് തന്നെ ഇത് വായിക്കണം. ശ്യാം മിണ്ടിയില്ല. അവൾ തുടർന്നു. ചില വാക്കുകൾ നമ്മൾ വൈകി വായിച്ചാലും അവയുടെ സ്നേഹം വൈകില്ല. ആ വാക്കുകൾ കേട്ട് ശ്യാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആദ്യമായി ആ കവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ രാത്രി വീട്ടിലെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പുറത്ത് ചെറുമഴ. ശ്യാം തൻ്റെ മുറിയിലെ മേശയ്ക്കരികിൽ ഇരുന്നു. മുന്നിൽ വർഷങ്ങളായി തുറക്കാതെ സൂക്ഷിച്ചിരുന്ന ആ കത്ത്. അവൻ പതുക്കെ കവർ തുറന്നു. അകത്ത് മഞ്ഞ നിറം പിടിച്ച ഒരു കടലാസ്. പരിചിതമായ കയ്യക്ഷരം. പ്രിയപ്പെട്ട ശ്യാമിന്. ആദ്യ വരി വായിച്ചതും അവൻ്റെ തൊണ്ട വരണ്ടു. നീ ഈ കത്ത് വായിക്കുമ്പോൾ എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ആ ദേഷ്യത്തിന് ഞാൻ അർഹനാണ്. പക്ഷെ ഒരു കാര്യം മാത്രം നീ അറിയണം. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നല്ല സത്യം. സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയില്ല എന്നതാണ് സത്യം. ശ്യാമിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ തുടർന്നു വായിച്ചു. നിന്റെ എല്ലാ വിജയങ്ങളിലും ഞാൻ അഭിമാനിച്ചിരുന്നു. പക്ഷേ അത് നിന്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ പഠിക്കാൻ നഗരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ ദിവസം നിന്നെ തടയാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ നിന്നെ പിരിയാൻ എനിക്ക് പേടിയായിരുന്നു. ഒരു തുള്ളി കണ്ണുനീർ ആ കത്തിൽ വീണു. അത് ശ്യാമിൻ്റേതായിരുന്നു. കത്തിൻ്റെ അവസാന ഭാഗം അവൻ്റെ ഹൃദയം തകർത്തു. ഒരു ദിവസമെങ്കിലും നീ തിരികെ വന്ന് അച്ഛ എന്ന് പഴയതുപോലെ ഒരിക്കൽ വിളിച്ചാൽ
അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. സ്നേഹത്തോടെ നിന്റെ അച്ഛൻ. കത്ത് അവസാനിച്ചു. പക്ഷേ ശ്യാം അവിടെ തന്നെ ഇരുന്നു, കരഞ്ഞുകൊണ്ട്. വർഷങ്ങളായി ഉള്ളിൽ കല്ലുപോലെ കിടന്നിരുന്ന ദേഷ്യം ആ കണ്ണുനീരിൽ അലിഞ്ഞുപോയി. അവൻ ഫോൺ എടുത്തു. സമയം രാത്രി 11:48. അച്ഛൻ്റെ നമ്പർ തുറന്നു. വിരൽ കോൾ ബട്ടണിന് മുകളിൽ എത്തിയപ്പോൾ ഒരു നിമിഷം മടിച്ചു. പിന്നെ കണ്ണുകൾ അടച്ചു വിളിച്ചു. രണ്ടാമത്തെ റിങ്ങിൽ ഫോൺ എടുത്തു. ഹലോ. അച്ഛൻ്റെ ശബ്ദം. കുറച്ചു നേരം ശ്യാമിന് ഒന്നും പറഞ്ഞില്ല. ഹലോ, ആരാണ്? അവൻ്റെ ശബ്ദം വിറച്ചു. അച്ഛാ. അപ്പുറത്ത് നിശബ്ദത, വളരെ നീണ്ട നിശബ്ദത. പിന്നെ ഒരു തേങ്ങലോടെ മറുപടി. മോനെ. ആ ഒരു വാക്ക് മാത്രം. അച്ഛനും മകനും ഒന്നും സംസാരിച്ചില്ല. രണ്ടുപേരും കരയുകയായിരുന്നു. ചില ബന്ധങ്ങൾ ഒരു വലിയ പ്രസംഗം കൊണ്ടല്ല തിരികെ വരുന്നത്, ഒരു വാക്ക് മതി. അച്ഛാ. അടുത്ത ദിവസം രാവിലെ ശ്യാം കോളേജിലെത്തി. അനന്യ ലൈബ്രറിയുടെ മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ ചോദിച്ചു, കത്ത് വായിച്ചോ? ശ്യാം പുഞ്ചിരിച്ചു. ഇത്രയും നാളായി അവൾ കണ്ടതിൽ ഏറ്റവും ശാന്തമായ പുഞ്ചിരി. വായിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അവൻ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. ചില കത്തുകൾ വായിക്കുന്നത് ജീവിതം വീണ്ടും തുടങ്ങുന്നത് പോലെയാണ്. അനന്യയ്ക്ക് ആ മറുപടി മതി. അവൾക്കറിയാമായിരുന്നു ഇന്നലെ രാത്രി ഒരാളുടെ ഹൃദയത്തിൽ വർഷങ്ങളായി പൂട്ടിക്കിടന്ന ഒരു വാതിൽ തുറന്നുവെന്ന്. ആ വാതിൽ തുറന്നത് ഒരു കത്ത് മാത്രമല്ല, സ്നേഹമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അച്ഛനുമായി ദിവസവും ഫോൺ വിളിച്ചു. അത് കാണുമ്പോൾ അനന്യയുടെ മനസ്സിലും ഒരു സമാധാനം നിറഞ്ഞു. ഒരു മനുഷ്യന്റെ മനസ്സ് ഇത്ര മനോഹരമായി മാറുമോ? അവൾ പലപ്പോഴും ചിന്തിച്ചു. സെമസ്റ്റർ പരീക്ഷകൾ അടുത്തു. ലൈബ്രറിയിൽ രാത്രി വരെ പഠിക്കുന്ന ദിവസങ്ങൾ. അനന്യയും ശ്യാമും പരസ്പരം നോട്ടുകൾ പങ്കുവെച്ചു. ഒരു ദിവസം പഠനം കഴിഞ്ഞ് കോളേജ് ഗേറ്റിലേക്ക് നടക്കുമ്പോൾ ശ്യാം ചോദിച്ചു, പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം എന്തു ചെയ്യും? അനന്യ ചിരിച്ചു. ഒരു ദിവസം മുഴുവൻ ഉറങ്ങും. നിങ്ങളോ? വീട്ടിലേക്ക് പോകും. അമ്മയ്ക്കൊപ്പം കുറച്ച് ദിവസം ചെലവഴിക്കും. അനന്യ പുഞ്ചിരിച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. അപ്പോഴാണ് ശ്യാമിന്റെ ഫോൺ മുഴങ്ങിയത്. സ്ക്രീനിൽ തെളിഞ്ഞത് അച്ഛൻ. അവൻ സന്തോഷത്തോടെ ഫോൺ എടുത്തു. പറയൂ അച്ഛാ. പക്ഷേ അടുത്ത നിമിഷം അവന്റെ മുഖം മാറി. എന്ത്? എപ്പോൾ? ഞാൻ ഇപ്പോൾ തന്നെ വരാം. ഫോൺ കയ്യിൽ നിന്ന് വഴുതി പോകാൻ തുടങ്ങി. ശ്യാം. അനന്യ ഭയത്തോടെ വിളിച്ചു. അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അമ്മയ്ക്ക് ഹൃദയാഘാതം. ഒരു നിമിഷം ലോകം നിശബ്ദമായി. ആശുപത്രിയിലാണ്. എനിക്ക് പോകണം. അവൻ ഓടാൻ തുടങ്ങി. 2 ചുവടുകൾ കഴിഞ്ഞപ്പോൾ അനന്യ അവൻ്റെ കയ്യിൽ പിടിച്ചു. നിങ്ങളിപ്പോൾ ഈ അവസ്ഥയിൽ ബൈക്ക് ഓടിക്കരുത്. പക്ഷേ ഞാൻ കൂടെ വരാം. ഇല്ല, വരാം. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ശ്യാം ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അനന്യ പതുക്കെ അവന്റെ കയ്യിൽ കൈ വെച്ചു. ഒരു വാക്കുപോലും പറഞ്ഞില്ല. ആ സ്പർശം മാത്രം മതി എന്നെ പോലെ. ശ്യാം കണ്ണുകൾ അടച്ചു. ആശുപത്രിയിലെത്തി. ഐസിയുവിന് മുന്നിൽ അച്ഛൻ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ശ്യാമിനെ കണ്ടതും എഴുന്നേറ്റു. മോനെ. അവന്റെ ശബ്ദം പൊട്ടി. ശ്യാം ഒന്നും ചോദിച്ചില്ല. അച്ഛനെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അച്ഛനും മകനും ഒരുമിച്ച് കരയുകയായിരുന്നു. അല്പം മാറി നിന്ന അനന്യയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കുടുംബത്തെ കാത്തുകൊള്ളണേ. അപ്പോൾ ഐസിയുവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തു വന്നു. എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റു. ഡോക്ടർ മാസ്ക് താഴ്ത്തി. രോഗിയുടെ ബന്ധുക്കൾ ആരാണ്? ശ്യാം മുന്നോട്ട് ചെന്നു. ഞാനാണ് മകൻ. ഡോക്ടർ അവനെ നോക്കി പറഞ്ഞു, ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്യാമിന്റെ ഹൃദയം വീണ്ടും ശക്തമായി മിടിക്കാൻ തുടങ്ങി. ആശുപത്രിയുടെ ഇടനാഴി, വെള്ള നിറമുള്ള ചുമരുകൾ, മരുന്നിന്റെ മണം. ആരൊക്കെയോ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരാൾ കണ്ണുനീർ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശ്യാം ഡോക്ടറുടെ മുന്നിൽ നിന്നു. അച്ഛനും അനന്യയും തൊട്ടരികിൽ. ഡോക്ടർ ശാന്തമായി പറഞ്ഞു, ഭയപ്പെടേണ്ട. ആ ഒരു വാക്ക് കേട്ടപ്പോൾ 3 പേര് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഹൃദയാഘാതമായിരുന്നു. പക്ഷേ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ശ്യാമിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പോൾ അമ്മ സുരക്ഷിതയാണ്. എന്നാൽ ഡോക്ടർ ഫയൽ അടിച്ചു. ഇനി കുറച്ചുനാൾ വിശ്രമം വേണം. മരുന്ന് കൃത്യമായി കഴിക്കണം. ടെൻഷൻ കൊടുക്കരുത്. ശ്യാം തല കുനിച്ചു. നന്ദി ഡോക്ടർ. ഐസിയുവിന്റെ ക്ലാസ്സിലൂടെ അമ്മയെ കണ്ടു. ഓക്സിജൻ മാസ്ക് ധരിച്ച് കിടക്കുകയാണ്. മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ ജീവൻ സുരക്ഷിതമായിരുന്നു. ശ്യാം ക്ലാസ്സിൽ കൈവച്ചു. അമ്മേ. അവന്റെ ശബ്ദം ആരും കേട്ടില്ല. പക്ഷെ അനന്യ കേട്ടു. ആ വെളിയിൽ ഒരു കൊച്ചുകുട്ടിയുടെ നിസ്സഹായതയുണ്ടായിരുന്നു. രാത്രി 10 മണി. ആശുപത്രി ക്യാൻറ്റീൻ. ശ്യാം. അനന്യ ഒരു ചായ അവന്റെ മുന്നിൽ വെച്ചു. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ? വിശപ്പില്ല.
എനിക്കറിയാം, പക്ഷേ അമ്മ ഉണർന്നാൽ ആദ്യം എന്ത് ചോദിക്കുമെന്നറിയാമല്ലോ. ശ്യാം അവളെ നോക്കി. എൻ്റെ മോൻ എന്തെങ്കിലും കഴിച്ചോ? ആ വാക്ക് കേട്ടപ്പോൾ ശ്യാം മിണ്ടാതെ ചായക്കപ്പ് കയ്യിലെടുത്തു. നന്ദി. അനന്യ പുഞ്ചിരിച്ചു. എന്നോട് നന്ദി പറയണ്ട, നാളെ അമ്മയോട് പറഞ്ഞാൽ മതി. അപ്പോഴാണ് അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. മോനെ. ശ്യാം തിരിഞ്ഞു. ഞാൻ വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരുന്നോളൂ. ശരി. അച്ഛൻ നടന്നു. പെട്ടെന്ന് ഒന്ന് തെന്നി. അച്ഛാ. ശ്യാം ഓടിച്ചെന്നു. എനിക്ക് ഒന്നുമില്ല. അച്ഛൻ ചിരിക്കാൻ ശ്രമിച്ചു. ക്ഷീണം മാത്രം. ശ്യാം ആദ്യമേ അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചു. ഇനി ഞാനുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ രാത്രി ആശുപത്രിയുടെ ഇടനാഴിയിലെ ബെഞ്ചിൽ ശ്യാം ഇരിക്കുകയായിരുന്നു. അനന്യയും അടുത്തിരുന്നു. രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ശ്യാം പതുക്കെ ചോദിച്ചു. അനന്യ, എന്തിനാണ് നീ ഇത്രയും നേരം ഇവിടെ നിൽക്കുന്നത്? അവൾ ചെറുതായി പുഞ്ചിരിച്ചു. ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല, കൂടെ നിൽക്കുന്നതാണ് മറുപടി. ശ്യാം അവളെ നോക്കി. ആ നിമിഷം അവൻ്റെ മനസ്സിൽ ഒരു തീരുമാനമുറച്ചു. ഈ പെൺകുട്ടിയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. കാരണം സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒപ്പം ചിരിക്കുന്നവരെക്കാൾ കരയുന്ന രാത്രികളിൽ ഒപ്പം നിൽക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടവർ.